ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉന്നക്കായയാണ്. ഉന്നക്കായ ഉണ്ടാക്കാൻ അധികം സമയമൊന്നും എടുക്കാതെ നമുക്ക് പെട്ടെന്ന് നോമ്പ് തുറക്കുന്ന നേരങ്ങളിലും വൈകുന്നേരം ചായ കുടിക്കുന്ന നേരങ്ങളിലുമൊക്കെ ചെയ്തെടുക്കാവുന്ന രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് 2 ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ട് ആവി വരുമ്പോഴത്തേക്ക് ഏത്തക്കായ 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ആവി കയറ്റി എടുക്കണം. ഇതേ സമയം തന്നെ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് കാഷ്യൂനട്ട് പൊടിച്ചത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ. കാഷ്യൂനട്ട് അല്ലെങ്കിൽ കപ്പലണ്ടി ആണെങ്കിലും മതി. അതിൻ്റെ കൂടെ കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ തേങ്ങയും നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ നിറായി വരണം. ഒരുപാടങ്ങ് ബ്രൗൺ നിറാവണ്ട. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും പിന്നെ ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ പുഴുങ്ങിയെടുത്ത ഏത്തയ്ക്ക അതിൻ്റെ നടുക്കുന്നുള്ള ആ അരിയെല്ലാം കളഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒന്നെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ടോ ഒരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ മാഷിൽ വെച്ചിട്ടോ നന്നായിട്ട് ഉടച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം ഇത് ഉടച്ചെടുക്കാൻ, എന്നാൽ ഒരുപാടങ്ങ് തണുത്ത് പോകരുത്. ഇപ്പം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ബ്രെഡ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുഴച്ചെടുക്കാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, ഒരു പരുവം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി നമുക്ക് എടുത്തിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമ്മുടെ കൈയുടെ വെള്ളയിൽ വെച്ച് തന്നെ ഒന്ന് പരത്തിയെടുക്കണം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കാം. ഒരുപാട് ഫില്ലിങ് വയ്ക്കേണ്ട, മീഡിയം ലെവലിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഒന്ന് റൗണ്ട് ചെയ്ത് എടുക്കണം. നമുക്കിഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. ഇപ്പോൾ ഉന്നക്കായ നമ്മൾ ഈ ഒരു ഷേപ്പിലാണല്ലോ ചെയ്തെടുക്കാറ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഓവൽ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ ഉന്നക്കായും ആ ഒരു രീതിയിൽ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിടണം തീയ്. അതുപോലെ 2 സൈഡും ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സൈഡ് അങ്ങ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മുടെ ഉന്നക്കായ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് വളരെ എളുപ്പത്തിൽ നോമ്പ് തുറക്കുന്ന നേരങ്ങളിലും ചായ കുടിക്കുന്ന നേരങ്ങളിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞാൻ ഇനി പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരും. So thank you for watching my video. Take care. Bye bye.